ബുദ്ധിമാന്മാർ ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മാത്രമേ കൂടുതൽ ചിന്തിക്കുകയുള്ളൂ. അവരൊരിക്കലും കഴിഞ്ഞതോർത്ത് സങ്കടപ്പെടുകയോ ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടുകയോ ഇല്ല. ചിന്തിക്കാതെ സംസാരിക്കരുത്, മനസ്സിലാക്കാതെ വിധിക്കരുത്, സത്യമറിയാതെ ഊഹിക്കരുത്. നമ്മൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ശക്തിയുള്ളവർക്ക് മാത്രമേ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു സൗഹൃദത്തിനു പിന്നിലും ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും തളരുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് നമുക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. അതിനാൽ തെറ്റു സംഭവിച്ചതുകൊണ്ട് ബന്ധം മുറിക്കാതിരിക്കുക. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ആകർഷണം തോന്നുന്ന പുരുഷന്മാരെ നോക്കി സ്ത്രീകൾ ചിരിക്കുന്നു. എന്നാൽ തങ്ങളെ നോക്കി ചിരിക്കുന്ന സ്ത്രീകളിൽ പുരുഷന്മാർ ആകൃഷ്ടരാകുന്നു. ഒരിക്കലും നമ്മൾ പ്രതികാരം ചെയ്യാൻ സമയം കളയരുത്. ചെയ്തതിൻ്റെ പ്രതിഫലം ഒരു നാൾ ഏതൊരാളെയും തേടി വരുമെന്ന് തീർച്ചയാണ്. മറ്റാരേക്കാളും ഉന്നതൻ താനാണെന്നാണ് അസൂയയുള്ളവർ ചിന്തിക്കുന്നത്. അതിനാൽ അവരെ വെറുക്കരുത്. മനസമാധാനം നമ്മുടെ കൈകളിൽ തന്നെയാണ്. മനസമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല.